നിങ്ങൾ 40,000 രൂപയുടെ ഒരു ഫോൺ EMI വാങ്ങിയാൽ അത് ഏകദേശം ഇത്രത്തോളം ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് ഒരു 40 ലക്ഷം രൂപയുടെ ഒരു ഹോം ലോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഡിഫറൻസ് ഏകദേശം ഇത്രത്തോളം ഉണ്ടാവും. എലോൺ മസ്ക് ട്വിറ്റർ വാങ്ങാനായി മാത്രം എടുത്ത കടം ഏതാണ്ട് 1 ലക്ഷം കോടി രൂപ. അത് ഏകദേശം ഇത്രത്തോളം ഉണ്ടാവും. മുകേഷ് അംബാനിക്കുള്ള കടം 1.25 ലക്ഷം കോടി രൂപ. ഗൗതം അദാനി 2.36 ലക്ഷം കോടി രൂപ. വാറൻ ബഫറ്റ് ബർക്ക്ഷയർ ഹാത്വേ വഴി ഏതാണ്ട് 10.5 ലക്ഷം കോടി രൂപ കടമെടുത്തിട്ടുണ്ട്. ദ കിങ് ഓഫ് ഡെറ്റ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ കടം ഏകദേശം 66 ലക്ഷം കോടി രൂപ. അത്രയും കടം ഉണ്ടായിട്ടും അവരുടെ നെറ്റ് വർത്ത് അത് എന്നും മുകളിലേക്ക് മാത്രമേ പോകുന്നുള്ളൂ. ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു റിച്ച് ലൈഫ് ജീവിച്ചുകൊണ്ട്. പക്ഷേ നിങ്ങൾ ഇപ്പോഴുള്ള സാലറി വെച്ച് ജീവിക്കുന്നു. ഓരോ ചെറിയ EMIകളും ഓരോ ചെറിയ ഹോസ്പിറ്റൽ ബിൽസ് പോലും താങ്ങാനാവാതെ. ശരിയാണ്, കടം എന്നത് അത്രത്തോളം നല്ലൊരു കാര്യമല്ല. പക്ഷേ ഇതേ കടം ഉപയോഗിച്ചിട്ടാണ് പണക്കാർ വീണ്ടും പണക്കാരാവുന്നത്. അവർക്ക് അറിയാവുന്ന എന്തോ ഒരു സീക്രട്ട് നമ്മൾ മിസ്സാക്കുന്നുണ്ട്. ആ സീക്രട്സ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം ഒരുപക്ഷെ നമുക്കും കടം ഉപയോഗിച്ചിട്ട് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമോ? അതോ കടമെടുത്ത് മുങ്ങിപ്പോയ പലരെയും പോലെ നമ്മളും വീണു പോകുമോ? സോ നമ്മൾ വേണമെന്ന് വിചാരിച്ചിരുന്നാലും ഒരുപക്ഷെ നമുക്ക് ഇത്രയും ലോണൊന്നും ഒരിക്കലും കിട്ടണമെന്നില്ല. അഥവാ കിട്ടിയാൽ പോലും ഇലോൺ മസ്കിൻ്റേതുപോലെ വലിയൊരു സ്കിൽ അല്ലെങ്കിൽ ഐഡിയാസ് ഒന്നും നമുക്കുണ്ടാവില്ല. സോ എന്നെയും നിങ്ങളെയും പോലെ ഒരു ആവറേജ് മിഡിൽ ക്ലാസ് ഫാമിലി ജനിച്ചിട്ട് കുറച്ച് നല്ല ഐഡിയാസും ധൈര്യവും പിന്നെ കുറച്ച് കടവും ഉപയോഗിച്ചിട്ട് സക്സസ്ഫുൾ ആയ 30ലധികം ആൾക്കാരുടെ സ്ട്രാറ്റജീസിനെ പറ്റി പഠിച്ച് നമ്മളിൽ പലർക്കും ചെയ്യാൻ കഴിയുന്ന 6 സ്ട്രാറ്റജീസാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പക്ഷേ ഈ വീഡിയോയിൽ നിങ്ങളോട് കടം എടുക്കാനൊന്നുമല്ല ഞാൻ അഡ്വൈസ് ചെയ്യുന്നത്. പക്ഷേ കടം ഉപയോഗിച്ചിട്ട് പണക്കാരായ കുറച്ച് പേരുടെ ലൈഫ് പഠിച്ചിട്ട് മേ ബി നമുക്കും പണക്കാരനാവാൻ കഴിയുന്ന കുറച്ച് മെത്തേഡ്സ് മാത്രമാണ് പറയുന്നത്. ഞാൻ സാഗർ മുരളി, എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കം ഇൻവെസ്റ്റർ ആൻഡ് എ പാർട്ട് ടൈം യൂട്യൂബർ. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ്. സ്ട്രാറ്റജി 1. ഇത് കുറച്ച് ട്രഡീഷനാണ്, ഉള്ളതിൽ ഏറ്റവും പഴയത്. പക്ഷേ നമുക്ക് കുറച്ചൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ലാഭകരമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. വേൾഡ് ഫേമസ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്ററായ ഗ്രാൻഡ് കാർഡൺ. നമ്മളിൽ പലരെയും പോലെ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ച് ഒരു മൾട്ടി മില്യണറായ ഈ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റർ ആൻഡ് ഓണ്ടർപ്രനറിൻ്റെ നെറ്റ് വർത്ത് ഇപ്പോൾ 5100 കോടി രൂപയ്ക്ക് മുകളിലുണ്ട്. അതിൻ്റെ നല്ലൊരു പങ്കും കടം ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം കെട്ടിപ്പടുത്തിരിക്കുന്നത്. അയാൾ ചെയ്ത മെത്തേഡ് BRRR എന്ന് പറയുന്നു. ബൈ, റീഫർബിഷ്, റെൻറ്റ്, റീഫിനാൻസ്. ഇത് റിച്ചായ ആൾക്കാർ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. റോബർട്ട് കിയോസാക്കിയുടെ റിച്ച് ഡാഡ് പൂർ ഡാഡ് എന്ന് പറയുന്ന ബുക്കിലും ഇതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. റഫായിട്ടുള്ള ഒരു ഐഡിയ ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യാം. റിക്വയർമെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. ഇനി കുറച്ച് കാര്യങ്ങൾ പറയാം. നിങ്ങളൊരു ചെറിയ അപ്പാർട്ട്മെൻറ്റ് കണ്ടെത്തണം. ഞാൻ ഇവിടെ പറയുന്നത് ഒരു 1 or 2 BHK അപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യമാണ്. അത് ഏതാണ്ട് 35 മുതൽ 40 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ തേടിയ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് കുറച്ച് മാറി എന്നാൽ ഫ്യൂച്ചറിൽ ഡെവലപ്പ് ആകുമെന്ന് ഉറപ്പുള്ളൊരു പ്ലേസിൽ നിങ്ങൾക്ക് കണ്ടെത്താനാകും. ട്രിവാൻഡ്രം എന്ന് എൻ്റെ ഒരു എക്സാമ്പിളിൻ്റെ കാര്യത്തിൽ പറയുന്നതാണ്. ഞാൻ റിസർച്ച് ചെയ്ത് ട്രിവാൻഡ്രത്താണ്. സോ നിങ്ങൾ നിങ്ങളുടെ സിറ്റിയുടെ കാര്യത്തിൽ നോക്കുക. ആൻഡ് ആ വീട് നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ ആ വീട് ഫുൾ എമൗണ്ട് കൊടുത്ത് വാങ്ങാൻ നിൽക്കരുത്. ജസ്റ്റ് 20% ഡൗൺ പേയ്മെൻറ്റ് കൊടുത്ത് വാങ്ങും. അതായത് 8 ലക്ഷം രൂപ. 40 ലക്ഷം രൂപയുള്ള ഒരു വീടാണെങ്കിൽ 8 ലക്ഷം രൂപ. ആൻഡ് ബാക്കിയുള്ള എമൗണ്ട് ഹോം ലോൺ ഇട്ട് വാങ്ങും. ഇപ്പോഴത്തെ ഹോം ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഏതാണ്ട് 7.5%. നിങ്ങൾക്കൊരു സ്റ്റഡി ഇൻകമും നല്ലൊരു ക്രെഡിറ്റ് സ്കോറും ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള 32 ലക്ഷം രൂപ ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. 30 വർഷത്തേക്കുള്ള EMI അറൗണ്ട് 22,000 രൂപ. ഈ EMI മുഴുവൻ നിങ്ങളുടെ സാലറിയിൽ നിന്ന് അടയ്ക്കേണ്ട. എങ്ങനെയെന്ന് പറഞ്ഞുതരാം. ഈ വാങ്ങിയ അപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് റീഫർബിഷ് ചെയ്യാം, റിനോവേറ്റ് ചെയ്യാം, പെയിൻ്റ് അടിച്ചിട്ട് പ്ലംബിംഗ് ഇഷ്യൂസ് ഒക്കെ മാറ്റിയിട്ട് ഇൻറ്റീരിയർ അപ്ഗ്രേഡ് ചെയ്ത് ഫുള്ളി ഫർണിഷ്ഡ് ആക്കി ആവശ്യത്തിനുള്ള അപ്ലയൻസസ് ഒക്കെ വാങ്ങി നിങ്ങൾക്ക് വാല്യൂ ആഡ് ചെയ്യും. ഇത്തരത്തിലുള്ള ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് പോലും അതിൻ്റെ വാല്യൂ ഒരുപാട് ചേഞ്ച് ആവാൻ സഹായിക്കും. എന്നിട്ട് ആ അപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് റെൻറ്റിന് കൊടുക്കാം. ഇപ്പോഴത്തെ കണ്ടീഷനിൽ നല്ലൊരു ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ് ട്രിവാൻഡ്രം സിറ്റിയിൽ 15,000 രൂപ മുതൽ 20,000 രൂപ വരെയൊക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ചെയ്യും. വാടക ഓരോ വർഷം കഴിയുന്തോറും കൂടിയിട്ടേ ഉള്ളൂ. നിങ്ങളുടെ EMI എപ്പോഴും സെയിം ആയിരിക്കും. സോ ഒരു 5 അല്ലെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ മേ ബി അന്ന് നിങ്ങൾക്ക് കിട്ടുന്ന വാടക EMIയേക്കാൾ കുറച്ച് മുകളിലായിട്ടുണ്ടാകും. സോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ അപ്പാർട്ട്മെൻറ്റ് വിൽക്കാം. കാര്യം ആ വീടിന് ഇപ്പോഴത്തെ വാല്യൂ ഒരുപാട് കൂടിയിട്ടുണ്ടാകും. പക്ഷേ ആ അപ്പാർട്ട്മെൻറ്റ് അത്യാവശ്യം നല്ല കണ്ടീഷനിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും വിൽക്കാൻ പാടില്ല. വിറ്റാൽ നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടി വരും. സോ കടമെടുക്കുക അടുത്തൊരു അപ്പാർട്ട്മെൻറ്റ് കണ്ടെത്താനായിട്ട്. പക്ഷേ ഇതൊരു സ്ലോ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. 5 അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്കൊരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു ക്യാഷ് ഫ്ലോ നമ്മുടെ കയ്യിലുണ്ടാകും. ഒരു ബില്യണറൊന്നും ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് തന്നെ മതിയാവില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ റിച്ചസ്റ്റ് പീപ്പിൾ റിയൽ എസ്റ്റേറ്റിനെ സെക്കൻഡറിയെ വെച്ചിട്ട് ക്യാഷ് ഫ്ലോയിനും വാല്യൂ അഡീഷനും വേണ്ടിയിട്ട് മെയിനായിട്ട് ചൂസ് ചെയ്യുന്ന വേറെ ഒരു പാത്തുണ്ട്. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ മിക്കവർക്കും കടമൊന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്. പക്ഷെ ചിലർ അത് യൂസ് ചെയ്ത് മില്യണർ ആവുന്നു. ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഗ്ലോബൽ ലക്ഷറി ബ്രാൻഡായ ഡ്യൂക്ക് ആൻഡ് ഡെക്സ്റ്ററിന്റെ ഓണറായ ആർക്കി ഹ്യൂലറ്റിന്റെ സ്റ്റോറി. വെറും 18 വയസ്സായപ്പോൾ അദ്ദേഹം പഠിത്തമെല്ലാം ഉപേക്ഷിച്ചിട്ട് ബിസിനസ്സിനായി ഏതാണ്ട് 9,000 യൂറോ, അത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഏകദേശം 9 ലക്ഷം രൂപ കടം വാങ്ങി ഡ്യൂക്ക് ആൻഡ് ഡെക്സ്റ്റർ എന്ന ബിസിനസ് ഫുട്വെയർ ബ്രാൻഡ്
ലോഞ്ച് ചെയ്തു. ആദ്യമൊന്നും അധികം ആൾക്കാരൊന്നും ശ്രദ്ധിക്കപ്പെടില്ല, കാര്യം ഒരുപാടധികം മറ്റ് ബ്രാൻഡ്സ് എല്ലാം ഉള്ള സ്ഥിതിക്ക്. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ വളരെ മികച്ച കുറേയേറെ സ്ട്രാറ്റജീസ് കൊണ്ടുവന്നു. സെലിബ്രിറ്റീസിന് ഫ്രീ ആയിട്ട് പ്രോഡക്റ്റ് കൊടുക്കുക എന്നതാണ് മെയിനുള്ളൊരു സ്ട്രാറ്റജി. അതുവഴി ആൾക്കാർ തൻ്റെ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് സെർച്ച് ചെയ്യാനും തുടങ്ങി. ഏതാണ്ട് 120 രാജ്യങ്ങളിൽ അവരുടെ ബിസിനസ് ഇപ്പോൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് മില്യൺസ് ഓഫ് യൂറോസ് ആണ് അവരുടെ നെറ്റ് വർത്ത്. പക്ഷേ ഇവിടെ നിങ്ങൾ ആലോചിക്കാനുള്ളത്, കടം വാങ്ങി സക്സസ്ഫുള്ളായ ഒരുപാട് പേരുണ്ടെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ കടം വാങ്ങി ബിസിനസ് നടത്തി വിചാരിച്ചതുപോലെ ഒന്നും ആവാൻ കഴിയാതെ നഷ്ടത്തിലേക്ക് പോയ ഒരുപാട് ആൾക്കാരുണ്ട്. സോ കടം എടുക്കുന്നത് പോലെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഐഡിയാസ്, സ്ട്രാറ്റജീസ്, ഹാർഡ് വർക്ക് എല്ലാം. സോ സ്മാർട്ട് ഡെറ്റ്സ് എടുക്കുക, അത് ശരിയായ കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു നല്ലൊരു ഐഡിയ ഉണ്ട്, അതിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആണ് എങ്കിൽ നിങ്ങളൊരു മാർക്കറ്റ് സ്റ്റഡി, എക്സ്പെർട്ട് അനാലിസിസ് എന്നൊക്കെ നടത്തിയതിന് ശേഷം, അതിനുശേഷവും നിങ്ങൾ 100% കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രം കുറേ നാൾ സേവ് ചെയ്ത് പണം സമ്പാദിച്ചിട്ട് ബിസിനസ് തുടങ്ങാം എന്ന് കരുതരുത്. സംടൈംസ് അങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് ആ ലോൺ എടുക്കുന്നതിനേക്കാൾ ഡേഞ്ചറാണ്. കാര്യം ടൈം ഈസ് മണി. ആൻഡ് അത് ഇവരെ പോലുള്ള വളരെ കുറച്ച് പേർക്ക് മാത്രമേ മനസ്സിലാവുന്നുള്ളൂ. റിസ്ക്കാണ്, അറിയാം. പക്ഷേ അത്തരത്തിലുള്ളൊരു റിസ്ക് എടുത്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ മൾട്ടി ജനറേഷണൽ വെൽത്ത് എല്ലാം ക്രിയേറ്റ് ചെയ്യാനാവും. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ബിസിനസ് നടത്താൻ പറ്റുന്ന എല്ലാവർക്കും ഒരു ഓൺട്രപ്രണറൽ ഡ്രൈവ് ഉണ്ടാവില്ല. ശരിയാണ്, ചിലർക്ക് സെയിൽസ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ആലോചിക്കുമ്പോഴേ തലവേദനയായിരിക്കും. ഒരു വലിയൊരു ടീമിനെ മാനേജ് ചെയ്യുന്ന കാര്യത്തിനെ പറ്റിയിട്ട് ആലോചിക്കുമ്പോഴേ തലവേദനയായിരിക്കും. പക്ഷേ അവർക്കൊക്കെ പറ്റിയ അടുത്തൊരു സ്ട്രാറ്റജിയാണ് ഇനി പറയാൻ പോകുന്നത്. യെസ്, സ്ട്രാറ്റജി 3. കടം വാങ്ങി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യും. സൗണ്ട്സ് റിസ്കി റൈറ്റ്? പക്ഷേ കുറേയേറെ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് ഡെറ്റ് ഉപയോഗിച്ചിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റഡ് ആയിട്ടിരുന്ന ബില്യണേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ. ഇലോൺ മസ്ക് ട്വിറ്റർ വാങ്ങാൻ നേരം ചെയ്തൊരു മെത്തേഡാണിത്. പക്ഷേ ഇതിലിപ്പം ഡേഞ്ചറസ് ആയി തോന്നിയെങ്കിലും ഇതിൻ്റെ പിന്നിലുള്ള സീക്രട്സ് മനസ്സിലാക്കിയപ്പോൾ ഐ വാസ് റിയലി ഷോക്ക്. മാർജിൻ ഇൻവെസ്റ്റിംഗ് ഓർ ലിവറേജ് ഇൻവെസ്റ്റിംഗ് എന്നറിയപ്പെടുന്ന ഒരു മെത്തേഡുണ്ട്. ബേസിക്കലി ഇങ്ങനെയാണ്: ഒരു ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ പണം കടമെടുക്കുന്നു ആൻഡ് അവർ വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു അസറ്റിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു. സിമ്പിളായി പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഒരു കുറഞ്ഞ പലിശയ്ക്ക് ഒരു ലോൺ കിട്ടുന്നുണ്ട് എന്ന് കരുതുക, ലൈക്ക് 7.5 അല്ലെങ്കിൽ 8% ഇൻട്രസ്റ്റ് റേറ്റിൽ. നിങ്ങൾ ആ പണം സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിൽ ആവറേജ് ആയിട്ടൊരു 12 മുതൽ 15% വരെയൊക്കെ ഒരു റിട്ടേൺ കിട്ടുന്ന രീതിയിലുള്ള ഒരിടത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് ആ ബാങ്ക് തരുന്ന കടത്തിൽ നിന്ന് റിട്ടേൺ കിട്ടും. ഉറപ്പായും സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആയാൽ പെട്ടുപോകും. പക്ഷേ റിച്ചായ ആൾക്കാർ പണം കൊണ്ട് വെറുതെ എവിടെയെങ്കിലും അവർ ഇടില്ല. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാം ഡൈവേഴ്സിഫൈഡ് ആയിരിക്കും, ലൈക്ക് ബ്ലൂ ചിപ്പ് ഫണ്ട്സ്, ഇൻഡെക്സ് ഫണ്ട്സ് ഓർ ഡിവിഡൻഡ് പേയിങ് കമ്പനീസ് എന്നതിലൊക്കെ അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കും. ഒരു റിയൽ എക്സാമ്പിൾ തരാം. ഇലോൺ മസ്ക് ടെസ്ലയിൽ മാത്രം ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ പണം വേണമെന്നുള്ള സമയത്ത് തൻ്റെ കമ്പനിയിൽ നിന്ന് കുറച്ച് സാലറി എടുക്കുകയോ ഷെയർസ് വിൽക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. ആ ഷെയർസിനെ കടം എടുക്കാനുള്ള കൊലാട്രലാക്കി മാറ്റിയിട്ട്, അതായത് ആ ഷെയർസിനെ പണയം വെച്ചുകൊണ്ട് പണം കടമെടുത്തു. സോ കടമെടുത്ത പൈസയ്ക്ക് നമ്മൾ ഒരിക്കലും ടാക്സ് കൊടുക്കണ്ട. സോ അങ്ങനെ എടുത്ത ക്യാഷ് കൊണ്ടാണ് അദ്ദേഹം മറ്റ് കമ്പനീസിലും സ്വന്തമായിട്ട് വീട് വാങ്ങുകയൊക്കെ ചെയ്തിരുന്നത്. അതേസമയം ടെസ്ലയിൽ ഉണ്ടായിരുന്ന ഷെയർസ് കണ്ടിന്യൂസ് ആയി ഗ്രോ ആയി കൊണ്ടേയിരുന്നു. സോ അതുകൊണ്ടാണ് അൾട്രാ വെൽത്തി ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുന്നത്. അവർക്ക് എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ അവർ അവരുടെ കയ്യിലുള്ള അസറ്റ്സ് വിൽക്കില്ല, കടം എടുക്കും, എന്നിട്ട് ആ അസറ്റ്സ് വെച്ചിട്ട് വീണ്ടും വീണ്ടും ക്യാഷ് ജനറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സ്ട്രാറ്റജി 4. റിച്ചായ ആൾക്കാർ ടാക്സ് സേവ് ചെയ്യാൻ കടം യൂസ് ചെയ്യും. ഇന്ത്യ പോലുള്ള മിക്ക രാജ്യങ്ങളിലും ഹോം ലോൺ ഓർ ബിസിനസ് ലോൺ ഒക്കെ ടാക്സ് ഡിഡക്റ്റബിൾ ആണ്. സോ നിങ്ങൾ ഒരു ലോൺ എടുത്താൽ നിങ്ങളുടെ ക്യാപിറ്റൽ അതുപോലെ തന്നെ നിലനിൽക്കുകയും ചെയ്യും, നിങ്ങളുടെ ടാക്സ് ലയബിലിറ്റി കുറഞ്ഞു വരികയും ചെയ്യും. സോ നിങ്ങളൊരു ഹോം ലോൺ എടുത്താൽ ഇൻകം ടാക്സ് സെക്ഷൻ 24B അനുസരിച്ചിട്ട് അതിലേക്ക് അടയ്ക്കുന്ന ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ടാക്സിന് വേണ്ടി കുറയ്ക്കാനാവും. മീൻസ് നിങ്ങൾ കൂടുതൽ ഇൻട്രസ്റ്റ് അടയ്ക്കും തോറും നിങ്ങളുടെ ടാക്സബിൾ ഇൻകം കുറഞ്ഞു വരും. ഒരു റിയൽ വേൾഡ് എക്സാമ്പിൾ നോക്കാം. റോബർട്ട് കിയോസാക്കി, റിച്ച് ഡാഡ് പൂർ ഡാഡിൻ്റെ ഓതർ. അദ്ദേഹം ആ ബുക്കിൽ പറയുന്നുണ്ട് കടം ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു റിയൽ എസ്റ്റേറ്റ് എംപയർ ഉണ്ടാക്കിയെടുത്തതെന്ന്. കയ്യിലുള്ള ക്യാഷ് കൊടുത്ത് പ്രോപ്പർട്ടീസ് വാങ്ങിക്കൂട്ടാതെ കടം ഒരു ലിവറേജായി യൂസ് ചെയ്തു. പക്ഷേ ആ റെൻ്റൽ ഇൻകമിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ലോണിൻ്റെ നല്ലൊരു ഭാഗം അദ്ദേഹത്തിന് അടയ്ക്കാനും കഴിഞ്ഞു. ഇങ്ങനെ ടാക്സ് ഓൾമോസ്റ്റ് 0 ആക്കിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വെൽത്ത് അദ്ദേഹം ഗ്രോ ചെയ്തുകൊണ്ടേയിരുന്നു, അതും ലീഗലി തന്നെ. സ്ട്രാറ്റജി 5. അലക്സ് ഹൗമോസി, വാറൻ ബഫറ്റ് എന്നിവർ യൂസ് ചെയ്ത മെത്തേഡാണ്. വാറൻ ബഫറ്റിന്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. അദ്ദേഹം ചെയ്തത് ഇത്രേ ഉള്ളൂ: സ്വന്തം പണം ഉപയോഗിച്ചിട്ട് മാത്രം അസറ്റ്സ് വാങ്ങുന്നതിന് പകരം മറ്റുള്ള ആൾക്കാരുടെ പണത്തെ ഉപയോഗിച്ചു. ആ പണം ഉപയോഗിച്ചിട്ട് ഇൻകം ജനറേറ്റിംഗ് അസറ്റ്സ് വാങ്ങി. ഈ മെത്തേഡ് ഇത്രേ ഉള്ളൂ: കടം ഉപയോഗിച്ചിട്ട് ഇൻകം ജനറേറ്റിംഗ് അസറ്റ്സ് വാങ്ങിക്കൂട്ടുക ആൻഡ് ആ അസറ്റ്സ് പിന്നീട് ആ കടത്തിന് വേണ്ടിയിട്ട് പേ ചെയ്യും. വാറൻ ബഫറ്റിന്റെ ബെർക്ഷയർ ഹാത്വേ ഈ മെത്തേഡാണ് യൂസ് ചെയ്തത്. കടത്തിൽ മുങ്ങിക്കൊണ്ടിരുന്ന വെറും ഒരു ടെക്സ്റ്റൈൽ ബിസിനസ് ആയിരുന്നു ബെർക്ഷയർ ഹാത്വേ. ആൻഡ് അത് വെറും അണ്ടർ വാല്യൂഡ് ആയിട്ട് കടന്നിരുന്ന ആ ബിസിനസ്സിനെ വാറൻ ബഫറ്റ് കുറേശ്ശെ വാങ്ങി ആ കമ്പനിയുടെ ഏതാണ്ട് നല്ലൊരു പങ്ക് ഷെയർസും വാങ്ങിക്കൂട്ടി. അതിനുശേഷം ആ കമ്പനി ടെക്സ്റ്റൈൽ ബിസിനസ് വിട്ടിട്ട് മറ്റു ബിസിനസ് വാങ്ങിക്കൂട്ടി. അതായത് ഇൻഷുറൻസ്, കോക്കക്കോള, ഡ്യൂറസെൽ, ആപ്പിൾ, അമേരിക്കൻ എക്സ്പ്രസ് തുടങ്ങി ഒട്ടനവധി ഷെയർസ് വാങ്ങി വിറ്റിട്ട് കമ്പനിയുടെ മൂല്യം കൂട്ടിക്കൊണ്ടേയിരുന്നു. എല്ലാ വർഷവും ഈ കമ്പനീസ് പ്രോഫിറ്റ് ഉണ്ടാക്കും. ആ പ്രോഫിറ്റിന്റെ നല്ലൊരു പങ്കും സാധാരണ ആ കമ്പനീസിന്റെ ഷെയർ ഹോൾഡേഴ്സിനായിട്ട് ഡിവിഡൻഡ്
ഡിവിഡൻഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ വാറൻ ബഫറ്റ് ഇവിടെ ചെയ്തത് ആ പ്രോഫിറ്റ് മുഴുവൻ ആ കമ്പനീസിൽ തന്നെയോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ നല്ല കുറച്ചുകൂടി ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ ഉള്ള കമ്പനീസ് കണ്ടുപിടിച്ചിട്ട് അത്തരം കമ്പനീസിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അതൊരു കോമ്പൗണ്ടിങ് എഫക്റ്റ് ഉണ്ടാക്കി ആൻഡ് നല്ലൊരു വെൽത്ത് അദ്ദേഹത്തിന് ഉണ്ടാക്കാനും സാധിച്ചു. സോ ആ മെത്തേഡ് കാരണം 1965 വെറും $19 മാത്രം ഉണ്ടായിരുന്ന ബെർക്ഷയറിന്റെ ക്ലാസ് എ ഷെയർസിന്റെ പ്രൈസ് ഇപ്പോൾ $5 ലക്ഷം ആണ്. ഏതാണ്ട് 26 ലക്ഷം ഇരട്ടി ഗ്രോത്ത്. നിങ്ങൾ അന്ന് 1965 നിങ്ങളൊരു 100 രൂപ ഇട്ടിരുന്നെങ്കിൽ ഇപ്പോൾ 26 കോടി ഉണ്ടാവും എന്ന സ്ഥിരം ക്ലീശ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ വർഷങ്ങൾ കാത്തിരുന്ന് നിങ്ങൾ സേവ് ചെയ്ത് ഒരു ക്യാപിറ്റൽ ഉണ്ടാക്കിയിട്ട് ആ ക്യാഷ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തൊരു ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാം എന്നൊന്നും ഒരിക്കലും കരുതരുത്. പകരം കടം വാങ്ങിയ പണം ഉപയോഗിച്ചിട്ട് ഒരു ബിസിനസ്സിനെ അക്വയർ ചെയ്യുകയോ ഒരു ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യുകയോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ എപ്പോഴും ഓർക്കുക, ഇത്തരം ഇൻവെസ്റ്റ്മെന്റ്സ് എല്ലാം വാറൻ ബഫറ്റ് ഒരുപാട് പഠിച്ചിട്ടാണ് ചെയ്തത്. സോ അതുപോലെ നിങ്ങൾ നന്നായി പഠിക്കുക. ഫ്യൂച്ചറിൽ ഏത് ബിസിനസ് നന്നായി പോകും എന്നും എത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഇത്തരം ഫെയിൽ പ്രൂഫ് ആയിട്ടുള്ള ബിസിനസിനെ പറ്റിയിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. കീപ് വാച്ചിങ്. ആൻഡ് സ്റ്റെൽത്ത് വെൽത്ത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സ്റ്റെൽത്ത് വെൽത്ത് എന്നാൽ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക. അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വെൽത്ത് അത് പ്രൊട്ടക്റ്റ് ചെയ്യാനും പ്രിസർവ് ചെയ്യാനും മൾട്ടി ജനറേഷനിലേക്ക് കൊടുക്കാനും നിങ്ങൾക്ക് സാധിക്കും. കാണാൻ പാവപ്പെട്ടവനായിരുന്നിരുന്നാൽ നിങ്ങൾക്ക് കിട്ടുന്ന കുറച്ചേറെ അഡ്വാൻറ്റേജസും അതുവഴി എങ്ങനെ നമ്മുടെ വെൽത്ത് പ്രിസർവ് ചെയ്യാം എന്നതൊക്കെ പറയുന്നുണ്ട്. കീപ് വാച്ചിങ്.